ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയക്കുന്നതിന് പിന്നാലെ എംപിമാരുടെ സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനൊരുങ്ങുകയാണ് പാകിസ്ഥാൻ. മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കും. ബൽറാം നെടുങ്ങാടി മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, ഇന്ത്യയുടെ ചുവട് പിടിച്ചാണോ പാകിസ്ഥാന്റെ നീക്കം, അതോ പാകിസ്ഥാൻ നേരത്തെ ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നോ? SKN, ഇന്ത്യ ഇത്തരത്തിലൊരു സർവകക്ഷി സംഘത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സമാനമായ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പെഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതും ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭീകരവാദികളെ സംരക്ഷിക്കുന്നു പാകിസ്ഥാൻ, അവർക്ക് അഭയം നൽകുന്നു എന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഇക്കാര്യം നേരത്തെ തന്നെ പല വിദേശ രാജ്യങ്ങളുമായും അവരുടെ പ്രതിനിധികളുമായും ആശയവിനിമയം നടത്തി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഒരു ലോകരാജ്യവും ഉണ്ടായിരുന്നില്ല, തുർക്കി ഒഴികെ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിച്ഛായ മെച്ചപ്പെടുത്താനായി ഇന്ത്യ രൂപീകരിച്ചതിന് സമാനമായി എംപിമാരുടെ പ്രതിനിധി സംഘങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും വിവിധ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി ബന്ധമുള്ള, പാകിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഇതിൽ തങ്ങൾക്ക് ഭീകരവാദവുമായി ബന്ധമില്ല എന്നുള്ള പ്രചരണം വിവിധ രാജ്യങ്ങളിൽ നടത്താൻ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത് സംബന്ധിച്ച് ബിലാവൽ ഭൂട്ടോയുമായി ആശയവിനിമയം നടത്തുകയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തതായി ബിലാവൽ ഭൂട്ടോ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ബിലാവൽ ഭൂട്ടോയെ കൂടാതെ മുൻ മന്ത്രി ഹിന റബ്ബാനി, മുൻ പ്രതിരോധ മന്ത്രി ഖുറം ദസ്ഗീർ ഖാൻ, ഒപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറി ജലീൽ അബ്ബാസ് ജിലാനി ഉൾപ്പെടെയുള്ളവരായിരിക്കും ഈ സംഘത്തിൽ ഉണ്ടാകുക. എന്നാണ് സംഘം പോവുക എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു വ്യക്തത പാകിസ്ഥാൻ കൈവന്നിട്ടില്ല. ഉടൻ തന്നെ ഈ സന്ദർശനം ഉണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.